ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു മിനി ക്ലേ ആർട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ടേബിൾ ടോപ്പിൽ ഒരു ഗ്ലാസിൻ്റെ പീസ് വെച്ചിട്ടുണ്ട്. ഞാൻ മോൾഡിറ്റിൻ്റെ ക്ലേ ആണ് എടുക്കുന്നത്. അതിൻ്റെ റെസിൻ ബേസും ഹാർഡ്നറും എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് അങ്ങനെ എടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് വേണ്ടത് മാത്രം നമ്മളെടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിട്ട് വരും. എന്നിട്ട് ഞാൻ ഈ ഗ്ലാസ് പ്ലേറ്റിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടാൽക്കം പൗഡർ ഇട്ടിട്ട് അതിന് നമുക്ക് വേണ്ട പോർഷൻ മാത്രം എടുത്തിട്ട് ബാക്കി എയർ ടൈറ്റ് കണ്ടെയ്നറിൽ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് പൗഡർ യൂസ് ചെയ്തിട്ട് വേണം ഇങ്ങനെ മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടും. അതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് ലൂസായിരിക്കും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പൗഡർ കുറച്ച് എടുത്തിട്ട് അതിനെ തിക്കാക്കി എടുക്കാം. അപ്പോൾ ഞാനിതിന് 3 ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഒരു വലിയ ബോളും 2 ചെറിയ ബോളും. അപ്പം ഇതൊന്നിങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ കൈവെള്ളയിലിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഒരു പ്ലേറ്റ് രൂപത്തിലാണ് ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ ഒന്ന് നൈസായിട്ട് പരത്തിയെടുക്കാം. അതിനുശേഷം ഇത് ഞാൻ കുറച്ചങ്ങോട്ട് ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇനി അടുത്തൊരു ഉരുള എടുത്തിട്ട് ബോൾസ് എടുത്തിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നൈഫ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ലൈൻസ് ഇട്ട് കൊടുക്കാം. ഇതൊരു വാഴയിലേൻ്റെ ഷേപ്പ് പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കിങ്ങനെ കട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അവസാനത്തെ ബോൾ എടുത്തിട്ട് നമുക്ക് ഇതിങ്ങനെ ഒരു ഫിഷിൻ്റെ ഷേപ്പിലേക്ക് ആക്കി കൊടുക്കണം. അതായത് ആദ്യത്തെ ഭാഗം കുറച്ച് റൗണ്ട് പോലെയും പിന്നെ ഒരു വാലിൻ്റെ ഷേപ്പ് പോലെ ഒന്ന് പരത്തിയിട്ടും കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഫിഷിൻ്റെ ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ എൻ്റെ കൈ കൊണ്ട് മറിഞ്ഞു പോയി. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പം നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ഫിഷിൻ്റെ ഷേപ്പിൽ കിട്ടും. ഫിഷ് ഫ്രൈൻ്റെ ഷേപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ബാക്കിൽ വാലിൻ്റെ സ്ഥലത്ത് നമുക്കിങ്ങനെ ഒന്ന് കട്ട് ഇട്ട് കൊടുക്കുക. നൈഫ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ലൈൻസ് വരച്ചാൽ മതി. പിന്നെ ഇങ്ങനെ അതിൻ്റെ ബോഡിയിലും ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനൊരു കുഴിയാക്കി കൊടുക്കുന്നുണ്ട്. കണ്ണിൻ്റെ ഭാഗത്ത് ഒരു കുഴിയാക്കിയിട്ട് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് അതും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് പോർഷൻ ക്ലേ എടുത്തിട്ട് ഇങ്ങനെ സ്ട്രോ യൂസ് ചെയ്തിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. സലാഡ് പോലെ ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെ 6 എണ്ണം മുകളിലും താഴെയായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അതിന് ശേഷം ഏറ്റവും ബേസിലായിട്ട് ബ്രൗൺ കളറാണ് ഞാനിപ്പം കൊടുക്കുന്നത്. ആക്രിലിക് കളറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പം എല്ലാ പോർഷനും കവർ ചെയ്യുന്ന രീതിയിൽ ബ്രൗണ് പെയിൻറ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഗ്രീനാണ് കൊടുക്കുന്നത്. നമ്മൾ വാഴയില ആയിട്ട് വെച്ച ആ ക്ലേൻ്റെ പാർട്ടിനാണ് ഗ്രീൻ കൊടുക്കുന്നത്. പിന്നെ ഫിഷ് ഫ്രൈ എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രൈറ്റ് റെഡാണ് കൊടുക്കുന്നത് ആദ്യം. പിന്നെ സൈഡിലുള്ളതിനെല്ലാം വൈറ്റ് അടിച്ചു കൊടുക്കുക. പിന്നെ ഈ ഫിഷ് ഫ്രൈൻ്റെ മുകളിൽ ഇങ്ങനെ പൊരിഞ്ഞ സ്ഥലം ഉണ്ടാവില്ലേ, അതൊന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്രൗൺ കളറും ബ്ലാക്ക് കളറും ഒക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒനിയൻ സ്ലൈസിന് ഞാൻ ഒരു പിങ്ക് കളറ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോൻ്റെ സ്ലൈസ്, പിന്നെ മറ്റേ കുക്കുംബറിൻ്റെ സ്ലൈസ് അതൊക്കെ ആക്കി വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മീൻ പൊരിച്ചത് നല്ല റെഡി ആയിട്ടുണ്ട്. ശരിക്കും കാണുമ്പോൾ ഒരു ഒറിജിനൽ ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചെറിയൊരു ക്രാഫ്റ്റ് ഐഡിയ ആണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്